ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ സുവോളജിയിലെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രൊഡക്ടറി ക്ലാസ്സാണ് ഞാൻ തരാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് ഡയറക്റ്റ് മൂവ് ഓൺ ചെയ്യാം. സോ ഫസ്റ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ഹ്യൂമൻ ഫിസിയോളജി. ദ ഹ്യൂമൻ ഫിസിയോളജി definition is coming like the physiology is a part of a biology which deals the life process. ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബയോളജിയിലെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. വി ഹാവ് ടു നോ ഹൂ ഇസ് ഫാദർ ഓഫ് ഹ്യൂമൻ ഫിസിയോളജി. എവ്രിബഡി നോസ് ദാറ്റ്, റൈറ്റ്? സോ ഹൂ ഇസ് ദ ഫാദർ ഓഫ് ഫിസിയോളജി? വില്യം ഹാർവേ. വില്യം ഹാർവേ ആണ് ഹ്യൂമൻ ഫിസിയോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. വാട്ട് വില്യം ഹാർവേ ഡിസ്കവേർഡ്? സോ എവ്രിബഡീസ് നോ ദാറ്റ് വില്യം ഹാർവേ ഡിസ്കവേർഡ് ദി ക്ലോസ്ഡ് സർക്കുലേഷൻ. സോ ക്ലോസ്ഡ് സർക്കുലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്, ഡിസ്കവേർഡ് ചെയ്തത് ആരാണ്? വില്യം ഹാർവേ. നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, കാരണം ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. സോ ഇത് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ഇട്ട് വെച്ചേക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഹെഡിങ്ങിൽ മീനിങ്ങിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡെഫിനിഷനിൽ സാർ പറഞ്ഞായിരുന്നു എന്താണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന്. അപ്പോൾ ഇത് ലൈഫ് പ്രോസസ്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് പ്രോസസ്സ് എന്നൊരു വാക്ക് സാർ അവിടെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ലൈഫ് പ്രോസസ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നു ഫസ്റ്റ് ലൈഫ് പ്രോസസ്സ് എന്താണ്? ന്യൂട്രീഷൻ. So we are going to study about nutrition. After that, the second life process endana? Breathing. Breathing aanu second life process. And third life process endana? Circulation. And the fourth is removal of waste. സോ 4 ലൈഫ് പ്രോസസ്സിനെ കുറിച്ചാണ് സാർ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഈ 4 നമുക്ക് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലൈഫ് പ്രോസസ്സായ ന്യൂട്രീഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. സ്റ്റുഡൻസ്, നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു ദി ചാപ്റ്റർ. ദ ചാപ്റ്റർ ഈസ് കോൾഡ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. യു ക്യാൻ സീ ദി 2 words here, digestion and absorption. These two are like a event. This is a one event, right? ഇതൊരു ഇവൻ്റ് ആണ്. ഇതും അതുപോലെ തന്നെ ഒരു ഇവൻ്റ് ആണ്. These are 2 events. We are going to discuss about these 2 events today. So before that we have to know what is digestion. അല്ലേ? ഡൈജഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ഈ ഡൈജസ്റ്റ് ആവുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഫുഡ് the basic requirement of the living organism is called as food. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് റിക്വയർമെൻ്റ് ആണ്. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ, ജീവനുള്ള എന്തിനും ബേസിക്കായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ്, വസ്തുവാണ്, സംഭവമാണ് എന്തെന്ന് പറഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫുഡിലാണ് നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടും, അതായത് ന്യൂട്രിയൻസ് കിട്ടും, അല്ലേ? ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫുഡിൽ എന്താ? there will be a lot of chemical substances in food that's called as nutrients. What it called? ന്യൂട്രിയൻസിനെയാണ് നമ്മുടെ ഫുഡിൽ ഉണ്ടാകുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ അക്വയർമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? ന്യൂട്രീഷൻ. ദ അക്വയർമെൻറ്റ് ഓഫ് ന്യൂട്രിയൻസ് ഈസ് കോൾഡ് ആസ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസിൻ്റെ അക്വയർമെൻറ്റിനെയാണ് നമ്മൾ ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി 4 സ്റ്റേജസിലൂടെയാണ് നമ്മൾ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മെയിൻലി 4 സ്റ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിന് നമ്മൾ ഇൻജഷൻ എന്ന് പറയുന്നു, ഇൻജഷൻ. സെക്കൻഡ് സ്റ്റേജിനെ ഡൈജഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ അബ്സോർപ്ഷൻ. നാലാമത്തേനെ ഇജഷൻ. സോ ഈ 4 സ്റ്റേജാണ് സാർ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ
ന്യൂട്രീഷൻസിനെ നമ്മൾ മെയിൻലി 4 സ്റ്റേജസിലാണ് പറയുന്നത്. ഫസ്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം, ഞാൻ ഈസി ആയിട്ട് ഇതിന് മുമ്പ് ഒരു ജസ്റ്റ് ഇപ്പോൾ ഇത് അറിയാവുന്ന കുറച്ച് കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അത് അറിയാത്തവർക്ക് ബേസിക് ആയിട്ട് ഒന്നും ലൈക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ആയിട്ടാണ് സാർ ഈ ഒരു എക്സാമ്പിൾ പറയാൻ പോകുന്നത്. ഈസി ആയിട്ട് പറഞ്ഞു തരാവേ. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, നമ്മളൊരു ന്യൂട്രിയൻ ഫുഡ് നമ്മൾ കഴിക്കുന്നത്, നമ്മൾ വായിലിട്ട് ചവയ്ക്കുന്നത്, ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് എക്സാമ്പിൾ ചെയ്യാം. കിട്ടിയില്ലേ? രണ്ടാമത്തത് അത് ഡൈജസ്റ്റ് ആവണം. അതെങ്ങനെ നമ്മൾ അന്നനാളത്തിലൂടെ നമ്മുടെ ഈസോഫാഗസിലൂടെ അകത്തോട്ട് പോകുന്നു. അത് ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ അബ്ഡോമിനിലേക്ക് സ്റ്റൊമക്കിലോട്ട് പോകുന്നു. രണ്ടാമത്തെ പോയിന്റ് കിട്ടി. മൂന്നാമത്തെ പോയിന്റ് അത് അബ്സോർബ് ചെയ്യണം. ഈ കഴിച്ച ഫുഡ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് വേണ്ടപ്പെട്ട സെൽസിലേക്കോ ടിഷ്യൂയിലേക്കോ മസിലിലോട്ടോ ഓർഗൻസിലോട്ടോ ട്രാൻസ്ഫോം ചെയ്ത് അവിടെ അബ്സോർബ് ചെയ്യുന്നതിനെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ബോഡി എടുത്തു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പുറന്തള്ളുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തോട്ട് തള്ളും ഏനസിലൂടെ. അത് നമ്മൾ ഇജക്ഷൻ ആയിട്ട് പറയുന്നു. സോ ബേസിക് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? We are gonna discuss about the first topic, ingestion. So, ingestion is the process which intake of food through the mouth is called as ഇഞ്ചക്ഷൻ. അത് തന്നെ നമ്മുടെ ഫുഡ് നമ്മൾ മൗത്തിലൂടെ എടുക്കുന്നതിനാണ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറയാൻ ഡെഫിനേഷൻ. ഇഞ്ചക്ഷൻ ഈസ് ദ പ്രോസസ് ദ ഫുഡ് വിച്ച് ടേക്കൺ ത്രൂ ദി മൗത്ത്. കിട്ടിയില്ലേ? നിങ്ങൾ എല്ലാവരും നോട്ട്. ഞാൻ ഇതൊന്നും എഴുതി പോകുന്നില്ല, കാരണം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ ഞാനിവിടെ എഴുതുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോവാം. വീട്ടിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി മക്കളെ, എല്ലാം ക്ലീൻ ആയിട്ട് കിട്ടും. The second one is digestion. So what is digestion? I already explained just before. Okay. So what is digestion? Digestion എന്താണ് മക്കളെ? Digestion ഒരു ഡെഫിനിഷൻ ഉണ്ട് സാർ പറഞ്ഞത്. It is the process of breakdown of food substance. ഫുഡ് സബ്സ്റ്റൻസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? ഇപ്പോൾ സാർ ഇതുപോലത്തെ ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ വിചാരിക്കാം കേട്ടോ. നമ്മളിപ്പോൾ കഴിക്കുന്ന ഒരു ചോറാണെന്ന് വിചാരിക്കാം. ഫുഡ് സബ്സ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇതിനെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എത്രയുള്ള ഉരുള കഴിച്ചത് അതുപോലെ തന്നെ ഇപ്പോൾ ഡൈജസ്റ്റ് ആവത്തില്ല. അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുവാണ്. ബ്രേക്ക് ഡൗൺ ഫുഡ് സബ്സ്റ്റൻസ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. അതിന് സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. അതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഐ ഓൾറെഡി ടോൾഡ് ദാറ്റ് ഡൈജഷൻ ഈസ് ഡൺ ബൈ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എൻസൈം and call it as a digestive enzyme. So digestive enzyme എന്താണെന്ന് മനസ്സിലായില്ലേ? ഡൈജഷന് സഹായിക്കുന്ന എൻസൈമിനെയാണ് നമ്മൾ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് എന്ന് പറയുന്നത്. ഈ ഡൈജസ്റ്റീവ് എൻസൈം എവിടെ നിന്നായിരിക്കും വരുന്നത്? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിൽ നിന്ന്. ഇത് എവിടെ നിന്നാണ്? ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആണ് ഡൈജസ്റ്റീവ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയിന്റ് കിട്ടിയില്ലേ നമുക്ക്. പിന്നെ ഈ ഡൈജസ്റ്റീവ് എൻസൈമിനെ നമുക്ക് എന്ത് വിളിക്കാം? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നും വിളിക്കാം അല്ലേ? എന്തുകൊണ്ട്? അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ഓൾറെഡി പറഞ്ഞു, നമുക്ക് എന്താണ് ഡൈജഷൻ നടക്കണമെങ്കിൽ എൻസൈംസ് വന്ന് നമ്മുടെ ഫുഡ് സബ്സ്റ്റൻസിന് സിമ്പിളായിട്ട് ബ്രേക്ക് ഡൗൺ അബ്സോർബിൾ ഫോമിലാക്കണം. പക്ഷേ ഈ എൻസൈമാറ്റിക് ആക്ഷൻ ഉണ്ടല്ലോ, അത് നടക്കാനായിട്ട് ചില കണ്ടീഷനൊക്കെ ഉണ്ട്. ഈ എൻസൈം എന്ന് പറഞ്ഞാൽ ഫ്രീലി അവൈലബിൾ ഒന്നുമില്ല. അവന്മാർ ചുമ്മാ ഇരിക്കുന്നൊന്നുമില്ല. അവന്മാർക്കും കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട്. ആ കണ്ടീഷനിൽ വന്നാൽ മാത്രമേ അവിടെ ഒരു എൻസൈമാറ്റിക് ആക്ഷൻ നടക്കത്തുള്ളൂ. സോ ഏതൊക്കെയാണ് ആ കണ്ടീഷൻ? enzymatic reaction, enzymatic action which takes place at some conditions മാത്രമേ enzymatic action ഉണ്ടാവത്തുള്ളൂ. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അറിയോ? ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം അവന്മാർക്ക്. ഒപ്റ്റിമം ടെമ്പറേച്ചർ വേണം. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമം pH വേണം. മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർ സോല്യൂബിൾ ആയിരിക്കണം. So enzymatic action only take place only some conditions. Mainly we can make it as a 3 point. The first one is the
optimum temperature. Second one we can call it as optimum pH and water soluble. The substance should be optimum temperature. What it means? It means the body having the normal temperature in 37 degrees Celsius or 98 Fahrenheit. അല്ലേ? അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ നമുക്ക് ബോഡിയിലേക്ക് ഉണ്ട്, അതെപ്പോഴും ഉണ്ട് അല്ലേ? ബോഡി നമ്മളെപ്പോഴും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഡൈജഷൻ നമുക്ക് എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കാനായിട്ട് ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലുണ്ട്. ഇനി ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ഒപ്റ്റിമം പി എച്ച്? ഒപ്റ്റിമം പി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൽക്കലൈനോ അസിഡിക്കോ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആൽക്കലൈനോ അസിഡിക്കോ മാത്രമാണെങ്കിൽ മാത്രമേ അവിടെ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കത്തുള്ളൂ. മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ സോല്യൂബിൾ ആയിരിക്കണം സബ്സ്റ്റൻസ്, എന്നാൽ മാത്രമേ അവിടെ എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രിയൻസിനെ പറഞ്ഞിട്ടായിരുന്നു അല്ലേ? ന്യൂട്രിയൻസും ന്യൂട്രീഷൻസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സാർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാർ അപ്പോൾ ന്യൂട്രിയൻസിനെ ഞാൻ അവിടേക്ക് തിരിച്ചു പോവാണ്. ന്യൂട്രിയൻസിനെ നമുക്ക് വി ക്യാൻ മെയിൻലി ക്ലാസിഫൈഡ് ആസ് എ 2 അല്ലേ? ഒന്നാമത്തതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കാം അല്ലേ? മാക്രോ ന്യൂട്രിയൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് മൈക്രോ ആയിരിക്കും, മൈക്രോ ന്യൂട്രിയൻ. സോ വി ക്യാൻ ക്ലാസിഫൈഡ് ആസ് എ ന്യൂട്രിയൻസ് ഇൻ ടു മെയിൻലി 2 മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. വാട്ട് ഇസ് മീൻ ബൈ മാക്രോ ന്യൂട്രിയൻസ്? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പയറിങ് ടു മൈക്രോ, എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ മൈക്രോസിം മാക്രോസിം എന്നൊക്കെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അതിൻ്റെ വലിപ്പം ഇമാജിൻ ചെയ്യുക. അപ്പോൾ മൈക്രോനെ കമ്പയർ ചെയ്യുമ്പോൾ മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ സബ്സ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഇറ്റ് ഷുഡ് ബി ബ്രേക്ക് ഡൗൺ ബൈ എൻസൈംസ്. അത് എൻസൈംസിൽ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് എന്തായിരിക്കും? ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടെ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് ഡൈജഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ മാക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് മെയിൻലി നമ്മൾ പറയുവാണെങ്കിൽ ദ ഫസ്റ്റ് മാക്രോ ന്യൂട്രിയൻറ്റ് ഇറ്റ്സ് കാർബോഹൈഡ്രേറ്റ് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ആണ് ഫസ്റ്റത്തെ മാക്രോ ന്യൂട്രിയൻ. ദ സെക്കൻഡ് വൺ ഈസ് പ്രോട്ടീൻ ആണ്. ദ തേർഡ് വൺ ഈസ് ഫാറ്റ് ഓർ ലിപ്പേസ്. ഇത് 3 മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ? അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് എന്താണ്? അത് ഷുഡ് ബി എൻസൈമാറ്റിക് റിയാക്ഷൻ നടന്ന് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം ഡൈജഷൻ വരാൻ. അപ്പോൾ അതൊരു വലിയ സബ്സ്റ്റൻസ് ആയത് കമ്പയറിങ് ടു മൈക്രോ. മൈക്രോ ഈസ് സം ലാർജ് സബ്സ്റ്റൻസ്. കാർബോഹൈഡ്രേറ്റിന് നമ്മളിപ്പോൾ ഇതിനെ എൻസൈമാറ്റിക് റിയാക്ഷൻ കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിന് നമ്മൾ എന്ത് പറയും? ഹൈഡ്രേസസ് എന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീനെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് എന്തായിരിക്കും? പ്രോട്ടീസസ് അല്ലേ? പ്രോട്ടീസസ് എന്നല്ല നമ്മൾ പറയുന്നത്, പ്രോട്ടിയേസസ് നമ്മൾ പറയും, പ്രോട്ടിയേസസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫാറ്റിൻ്റെ ഒന്ന് പറഞ്ഞ മക്കളെ, ലിപ്പിഡിൻ്റെ ലിപ്പേസസ്, അത് തന്നെ ലിപ്പേസസ്. അപ്പോൾ ASE ഇതിന് അവസാനം ASE ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻസൈം ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ 3 കിട്ടി. കാർബോഹൈഡ്രേറ്റ് എൻസൈം റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അതിന് കാർബോഹൈഡ്രേറ്റസ് എന്ന് പറയും. പ്രോട്ടീനെ ആണെങ്കിൽ പ്രോട്ടിയേസസ് എന്ന് പറയും. ലിപ്പിഡിനെ ആണെങ്കിൽ, അതായത് ഫാറ്റിനെ ആണെങ്കിൽ ലിപ്പേസസ് എന്ന് പറയും. ഇനി മക്കൾ നമുക്ക് എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയേണ്ടത്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയണം, ഇനി ഇവിടെ പ്രോട്ടീൻ എന്താണെന്ന് പറയണം, അതുപോലെ തന്നെ ഫാറ്റ് എന്താണെന്ന് പറയണം. ഇതിന് ഈസി ആയിട്ട് സാർ ഒരു എക്സാമ്പിൾ വെച്ച് പറയാവേ. നമ്മളിപ്പോൾ എല്ലാവരും കുറച്ച് പേര് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കുറച്ച് പേരാണ് അല്ലേ? അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പ് പ്രീ വർക്കൗട്ട് കേട്ടിട്ടുണ്ടോ? പ്രീ വർക്കൗട്ട് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇൻസ്റ്റൻറ്റ് എനർജി, നമ്മൾ ജിമ്മിൽ അങ്ങ് തുള്ളിച്ചാടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ വർക്കൗട്ടൊക്കെ കഴിക്കുന്നത്. അപ്പോൾ പ്രീ വർക്കൗട്ടിൽ നമ്മൾ എപ്പോഴും പറയും നമ്മൾ കോഫിയൊക്കെ കുടിക്കാൻ പറയും, കാരണം അതിൽ ഇൻസ്റ്റൻറ്റ് എനർജിയാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് എനർജിയാണ്. ഇൻസ്റ്റൻറ്റ് എനർജിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോട്ടീൻ വിച്ച് ഗീവ്സ് ഗ്രോത്ത് ആൻഡ് ഇൻസ്റ്റൻറ്റ് ലൈക്ക് എനർജി. അപ്പോൾ പ്രൊവൈഡ്സ് ഗ്രോത്ത് ആൻഡ് എനർജി. പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രോത്തിനെ പ്രൊവൈഡ് ചെയ്യും. ഗ്രോത്തിന് വേണ്ടി എനർജി, ഗ്രോത്ത് ആൻഡ് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ജിമ്മിൽ പോയി വന്ന് നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ കേട്ടിട്ടില്ലേ? പ്രോട്ടീൻ പൗഡർ അത് കേട്ടിട്ടില്ലേ? അപ്പോൾ എന്താണ് പ്രോട്ടീൻ? അത് മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ കഴിക്കുന്നത് മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ്സ് ഗ്രോത്ത് ആൻഡ് എനർജി, രണ്ടും കിട്ടും. അപ്പോൾ ഫാറ്റ് എന്തായിരിക്കും? ഫാറ്റ് ഇസ് എ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി.
മനസ്സിലായില്ലേ? സ്റ്റോറേജ് ഫോമാണ്, സ്റ്റോറേജ് ആണ്. അതായത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഫുഡ് കിട്ടാത്ത സമയത്ത് നമ്മൾ ഫാറ്റ് തന്നെ എനർജി ആയിട്ട് ടേൺ ചെയ്യും. അപ്പോൾ അതാണ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് എനർജിയാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഗ്രോത്ത് ആൻഡ് എനർജിയാണ്. ഇനി മൂന്നാമത്തെ പറയുകയാണെങ്കിൽ എന്താണ്? ഫാറ്റ് ഈസ് എന്താ പറയുക, സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകാൻ പോവാണ്, നമുക്ക് ഒത്തിരി കവർ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിന് സാറ് മെയിൻലി 3 പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, ഫാറ്റ് പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, അതിനെ എൻസൈമാറ്റിക് റിയാക്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെ എൻസൈംസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് സാർ പറഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൈക്രോ ന്യൂട്രിയൻസിനാണ്. അപ്പോൾ എന്താണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈക്രോ ന്യൂട്രിയൻസ് വി ക്യാൻ മെയിൻലി ഡിവൈഡഡ് ഇൻടു 2. വാട്ട് ഓൾ ആർ? മിനറൽസും വിറ്റാമിൻസും. മിനറൽസും വിറ്റാമിൻസ് ആണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞത്. മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ അവിടെ മാക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഫുൾ എനർജിയുടെ കളിയായിരുന്നു. അതായത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നു, എനർജിയുടെ സ്റ്റോർഡ് ഫോമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനർജി, ബട്ട് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദി ലിവിങ് ഓർഗൻസ്. ലൈക്ക് ഓർഗൻ സിസ്റ്റത്തിൽ നമുക്ക് എസെൻഷ്യൽ ആണ്. സെല്ലിനായാലും ടിഷ്യൂനായാലും മസിൽസിനായാലും ന്യൂട്രിയൻസും അതായത് വൈറ്റമിൻസും മിനറൽസും എസെൻഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സിങ്ക്, അയറൺ, ഫെറസ്, അതൊക്കെ എല്ലാം എന്താണ്? മിനറൽസ് ആണ്. ഇനി വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ കേട്ടല്ലോ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇപ്പോൾ അതിൻ്റെയൊക്കെ കുറവ് കൊണ്ടും അത് ഉണ്ടാവുന്ന രോഗങ്ങൾ അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം അത് പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ മിനറൽസും വൈറ്റമിൻസും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ?